നിങ്ങൾ റീസെൻ്റ് ആയിട്ട് NMCയുടെ ഓസ്കി എക്സാമും കഴിഞ്ഞ് NMC പിൻ നമ്പറും കിട്ടി ജോബിന് ആപ്ലിക്കേഷൻസ് കൊടുത്ത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അറിയേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഒരുപാട് കുട്ടികൾ നമ്മളുടെ ആപ്ലിക്കേഷൻ അസിസ്റ്റൻസിനും ഇൻ്റർവ്യൂ പ്രിപ്പറേഷനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. കാര്യം ഒരുപാട് പേരുടെ ആപ്ലിക്കേഷൻസ് റിവ്യൂ ചെയ്ത സമയത്ത് ഈ ഒരു കോമൺ മിസ്റ്റേക്ക് കാണുന്നുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് ഡയറക്റ്റായിട്ട് റിജക്റ്റ് ആയി പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നിങ്ങൾ ജോബ് സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉറപ്പായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് ആ ഒരു ജോബ് പെർമനൻറ്റ് ഫുൾ ടൈം ആണോ, പാർട്ട് ടൈം ആണോ, ഫ്ലെക്സി ടൈം ആണോ, സെക്കൻഡ്മെൻ്റ് ആണോ, അതോ ഫിക്സഡ് ടേം ആണോ, അങ്ങനെ പല പല വേർഡിങ്സ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ NHS ജോബ്സിലോ ട്രാക്ക് ജോബ്സിലോ NHS വെയിൽസോ സ്കോട്ട്ലൻഡോ ഏതോ ആവട്ടെ നിങ്ങളത് നോക്കുന്ന സമയത്ത് ആ റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ജോബിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾക്കൊരു സ്പോൺസർഷിപ്പ് വേണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു COS നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് ആ ഒരു ജോബ് പെർമനൻ്റ് ആയിരിക്കണം, ആ ഒരു ജോബ് ഫുൾ ടൈമോ അല്ലെങ്കിൽ പാർട്ട് ടൈമോ ആയിരിക്കണം. പാർട്ട് ടൈം ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ആ ഒരു സാലറി ത്രഷോൾഡ് മീറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പ് വരുത്തണം എന്തായാലും. ബിക്കോസ് അഡ്വർടൈസ് ചെയ്തിരിക്കുന്ന ജോലി എന്ന് പറയുന്നത് ഒരു സെക്കൻഡ്മെൻറ്റ് ജോലിയോ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ടേമോ ഇതെന്ന് പറയുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ പറയായിരിക്കും ചിലപ്പോൾ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 9 മാസം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 12 മാസം അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ പറഞ്ഞിരിക്കുക. അല്ലെങ്കിൽ മെറ്റേണിറ്റീനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ പറഞ്ഞിരിക്കുക. അപ്പോൾ അതെല്ലാം തന്നെ ഒരു ടെമ്പററി ആയിട്ടുള്ളൊരു ജോബാണ്. ഓക്കെ, ആ ഒരു ജോബിന് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം, അതിനൊന്നും യാതൊരു പ്രശ്നമില്ല. പക്ഷേ അവിടെ നിങ്ങൾക്കൊരു COS കിട്ടാനായിട്ട് പോകുന്നില്ല. ഓക്കെ, മാക്സിമം നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് നല്ല രീതിയിൽ ചെയ്തിട്ട് നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ട്രാക്ക് ജോബിൽ നിങ്ങൾ കൊടുക്കുന്ന സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ മാത്രമല്ല, ആദ്യം തൊട്ട് അവസാനം നിങ്ങളുടെ റെഫറൻസ് വരെയും എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. അതിലുള്ളൊരു ചെറിയൊരു സ്റ്റെപ്പ് മാത്രമാണ് സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെ തന്നെ സെല് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ കാര്യങ്ങളെല്ലാം കൊടുക്കണം. പക്ഷേ ഇത്രയും ആൾക്കാരുടെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളെല്ലാം റിവ്യൂ ചെയ്യുന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ അവർക്ക് കറക്ഷൻസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ക്ലിയർ ആയിട്ട് പറയാനായിട്ട് സാധിക്കും നിങ്ങൾ നല്ല രീതിയിൽ അതിനകത്ത് വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ, പിന്നെ ആപ്ലിക്കേഷനോടൊപ്പം തന്നെ നിങ്ങളുടെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷനും കാര്യങ്ങളും നോക്കുക. ബിക്കോസ് നല്ല രീതിയിൽ നിങ്ങൾ ആപ്ലിക്കേഷൻസ് ടൈലർ ചെയ്ത് സബ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല കുട്ടികളും അവർ ചിലപ്പോൾ ഒരു 50 ആപ്ലിക്കേഷൻ കൊടുത്തിട്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ അടുത്തോട്ട് ഒരു ആപ്ലിക്കേഷൻ റിവ്യൂവിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അത് കാര്യങ്ങളെല്ലാം റിവ്യൂ ചെയ്ത് നല്ലൊരു കറക്ഷൻസ് അവർക്ക് കൊടുത്തു കഴിയുമ്പോൾ വിത്തിനൊരു നെക്സ്റ്റ് 30 to 50 ആപ്ലിക്കേഷൻസ് ഇടയിൽ ചിലപ്പോൾ അവർക്ക് ഷോർട്ട് ലിസ്റ്റിംഗ് വരും. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ അവരെന്ത് ചെയ്യും, ഇൻ്റർവ്യൂവിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളെല്ലാം അതിൻ്റെ കൂട്ടത്തിലെടുക്കും. കാര്യം അത്രയും മാത്രം കോമ്പറ്റീഷനാണ്. ഓക്കെ, ഇവിടെ MSc നഴ്സിംഗ് പഠിച്ച ആൾക്കാർ, ഇവിടെ തന്നെ BSc നഴ്സിംഗ് കഴിഞ്ഞ കുട്ടികൾ, NHSൽ കറൻ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, നഴ്സിംഗ് ഹോംസിൽ അല്ലെങ്കിൽ പ്രൈവറ്റിലും വർക്ക് ചെയ്യുന്ന നഴ്സസ്, അതിനോടൊപ്പമാണ് വിസിറ്റിംഗ് വിസയിൽ ഓസ്കി വന്നെടുക്കുന്ന കുട്ടികൾ, അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ കൂടെയാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന സെറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് എന്നുള്ള ഓപ്ഷൻസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ബിക്കോസ് അതിനകത്ത് നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് കിട്ടില്ല. അപ്പോൾ അവിടെ നിങ്ങൾ വെറുതെ ആപ്ലിക്കേഷൻ കൊടുത്ത് സമയം കളയരുത് എന്ന് മാത്രമേ എനിക്ക് അഡ്വൈസ് ചെയ്യാനുള്ളൂ. ഇതിനെപ്പറ്റിയുള്ള കംപ്ലീറ്റ് വീഡിയോസ് ട്രാക്ക് ജോബിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതാവട്ടെ അല്ലെങ്കിൽ ജോബിൻ്റെ വെബ്സൈറ്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാവട്ടെ, ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ആവട്ടെ, അതിനെല്ലാം ഫ്രീ വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ